അതിൽ ഒരെണ്ണത്തിനെ കൊന്നിട്ടിട്ട് ഒരെണ്ണത്തിൻ്റെ കഴുത്തിന് പിടിച്ച് ഞെരുക്കിയിട്ട് പോയി. ഞങ്ങൾ ഒച്ച ഉണ്ടാക്കിയപ്പോൾ ആട് കാർന്ന് കേട്ടുകൊണ്ട് ഞങ്ങൾ പെരക്കത്ത് ചാടി കതകിനെ അടിച്ച് ഒച്ച ഉണ്ടാക്കിയപ്പോൾ ഇട്ടച്ച് പോയി. പിന്നെ ഒരു രാത്രി പിന്നെ ഒരു 12 മണിയാകുമ്പോൾ വീണ്ടും തുടങ്ങി. 2 പട്ടിയും കൂടെ ഭയങ്കര കാര്യം. അപ്പോൾ ഞങ്ങൾ ലൈറ്റൊക്കെ ഇട്ട് മോളിൽ നിന്ന് ടോർച്ച് അടിച്ചൊക്കെ നോക്കി. നമ്മൾ ഇവിടെ ഒന്നും കാണുന്നൊന്നുമില്ല. പുറത്തോറും പട്ടി കരയെന്ന് വെച്ചാണ് കേട്ടത്. ഇത് കേട്ടോണ്ടാണ് വീട്ടുകാരുടെ ഏറ്റത്. അത് ഏറ്റവും ലൈറ്റിട്ട് ജല്ലിക്കട നോക്കിയപ്പോഴത്തേക്കും പട്ടിയെ വിട്ടിട്ട് അവിടെ ഓടുമായത്. വലിയ പരിക്കില്ലല്ലേ? ചെവിയിലുണ്ടല്ലേ? പക്ഷെ നേരം എടുത്ത് നോക്കുമ്പോൾ ആട് എന്നെ കാണും സാധാരണ ഏക്കുമായിരുന്നു. പക്ഷെ ഇത് കൂട്ടിൽ ആട് ഏക്കാതെ കൊച്ചിനെ പറഞ്ഞു വിട്ടപ്പോഴാണ് അവൻ ഭയങ്കര ഒച്ചയെ കാണിക്കൊണ്ട് പറഞ്ഞു ആട് ഇങ്ങനെ തിന്നിട്ടുണ്ട് കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നേരം വെളുത്ത് ഏറ്റപ്പോഴാണ് അറിയുന്നത് ഇവിടുന്ന് ചേട്ടൻ്റെ പട്ടീനെ കടിച്ചെന്ന് ഇവർ പറയുന്നത്. ഈ വീട്ടിലെ പട്ടീനെ കടിച്ചു. അവിടെ അത് ആ തിണ്ണ അവിടെ കിടക്കുമായിരുന്നു. അതായിരുന്നു ടാർഗറ്റ്. അപ്പോൾ ഇത് ഭയങ്കര കുറേ അത് ഇവർ തോന്നിക്കാണ് ഇത് അത്ര പന്തിയല്ല. അത് കഴിഞ്ഞ് ഇച്ചിരി എനിക്കൊന്ന് ഒരു 1.5 മിനിറ്റ് ഉണ്ട്. താഴേക്ക് ഇറങ്ങിയിട്ട് പിന്നെ പതുക്കെ അങ്ങ് മാറുന്നു കാണാം. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ പുൽപ്പള്ളി കവനിഗിരി എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇത് മുള്ളംകൊല്ലി പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്നൊരു പ്രദേശമാണ്. കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് ഇവിടെ പുലി ഭീതിയിലാണ്. ഒരു വീട്ടിലെ ഒരാടിനെ കൊന്നു, മാത്രമല്ല മറ്റൊരാടിന് പരിക്ക് പറ്റി. അങ്ങനെ അത് മാത്രമല്ല, ഇവിടെ സമീപ പ്രദേശത്തുള്ള വീടുകളിലെ CCTV ക്യാമറയിലൊക്കെ ഈ ഒരു പുലിയുടെ ഭയാനകമായ രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിലേ കൂടെയൊക്കെ നടന്നു പോകുന്ന ഒരു രംഗമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ കവനിഗിരി എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത്. എന്താണ് അവിടെ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ആ പുലിയെ പിടിക്കാനായിട്ട് കൂട് വെച്ചോ എന്ന് എന്താണ് കാരണം ഒത്തിരി വൈറലായിട്ടുള്ളൊരു വിഷ്വൽ തന്നെ അതിന് കിട്ടിയിരുന്നു. അപ്പോൾ എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു അപ്ഡേറ്റ് എന്നൊക്കെ ഉള്ളത് നമുക്കിനി ആ ഒരു സ്ഥലത്ത് നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പ്രദേശമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മൊത്തം തോട്ടങ്ങളാണ്, തോട്ടമേഖലയാണ്. അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടാണ് ആളുകളാണ് ഇവിടെ ഉള്ളത്. എല്ലാ ആളുകൾക്കും തന്നെ അത്യാവശ്യം സ്ഥലവും ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഒരു വീട് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരമൊക്കെ കാണുന്നത്. പക്ഷേ തികഞ്ഞ ജനവാസ മേഖലയാണ്. ഈ പറയുന്നൊരു വീട് ഇതാ ഇങ്ങോട്ടാണ് പോകുന്നത്. ആ വീട്ടിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. അവിടെ ഇപ്പോൾ കൂട് വെച്ചിട്ടുണ്ട് എന്നാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത്. എന്താണ് ആക്ച്വലി അവിടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിഗതി എന്നുള്ളത് നമുക്കവിടെ ചെന്ന് തന്നെ മനസ്സിലാക്കാം കേട്ടോ. ഇതാണ് ഈ വീട്ടിലാണ് പുലി ആടിനെ പിടിച്ചത്. നമുക്കിവിടെ കൂട് വെച്ചിരിക്കുന്നതൊക്കെ കാണാം കേട്ടോ. ഇവിടെ കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൂട്ടിലാണ് സംഭവം നടന്നിരിക്കുന്നത്. നമുക്ക് ആ പിടിച്ചിരിക്കുന്ന ആടിനെ നമുക്ക് കാണാം കേട്ടോ. ആട് മാത്രമല്ല, ഈ വീട്ടിൽ പശുവൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ജീവികളും ഭീഷണിയിൽ തന്നെയാണ് ഇത്തരത്തിൽ സംഭവം നടക്കുന്നത്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ജോയി. ഇത് എന്ന് മുതലാണ് ചേട്ടാ ഇവിടെ ഈ പ്രശ്നം തുടങ്ങി? ഇപ്പം തന്നെ 22-ാം തീയതി തുടങ്ങിയതാണ്. 22-ാം തീയതി രാത്രി 11 മണിക്ക് എൻ്റെ 2 ആടിനെയാണ് പിടിച്ചത്. അതിൽ ഒരെണ്ണത്തിനെ കൊന്നിട്ടിട്ട് ഒരെണ്ണത്തിൻ്റെ കഴുത്തിന് പിടിച്ച് ഞെരുക്കിയിട്ട് പോയി. ഞങ്ങൾ ഒച്ച ഉണ്ടാക്കിയപ്പോൾ ആട് കാർന്ന് കേട്ടുകൊണ്ട് ഞങ്ങൾ പെരക്കത്ത് ചാടി കതകിനെ അടിച്ച് ഒച്ച ഉണ്ടാക്കിയപ്പോൾ ഇട്ടച്ച് പോയി. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ആട് ചത്തുപോയി. ഇത് ഇന്നലെ ചത്ത്. അതന്ന് 22-ാം തീയതി ചത്തു. ഇന്നലെ ആ ആടും ചത്ത് കിടക്കുക. പരിക്ക് പറ്റിയത്? പരിക്ക് പറ്റിയത് ചത്ത് കിടക്കുക. അത് 8 മണിയായപ്പോൾ ചത്തുപോയി. അത് കഴിഞ്ഞ് ഞങ്ങളോട് പറഞ്ഞ് ആടിനെ മാറ്റി കെട്ടണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാറ്റി കെട്ടി. അപ്പോൾ ഇന്നലെ ഈ റൂമിലായിരുന്നു കെട്ടിയിരുന്നത്. പക്ഷേ ഇതിൽ തണുപ്പ് കൊണ്ട് ആടിന് വയ്യാതായി കഴിഞ്ഞപ്പോൾ വൈകുന്നേരം 7 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൂട്ടിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് മാറ്റിയത്. പക്ഷെ നേരം എടുത്ത് നോക്കുമ്പോൾ ആട് എന്നെ കാണും സാധാരണ ഏക്കുമായിരുന്നു. പക്ഷെ ഇത് കൂട്ടിൽ ആട് ഏക്കാതെ കൊച്ചിനെ പറഞ്ഞു വിട്ടപ്പോഴാണ് അവൻ ഭയങ്കര ഒച്ചയെ കാണിക്കൊണ്ട് പറഞ്ഞു ആട് ഇങ്ങനെ തിന്നിട്ടുണ്ട് കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞു.
അതാണ് അങ്ങനെയാണ് സംഭവിച്ചത്. ഇന്നലെ രാത്രിയും പിന്നെ വന്നായിരുന്നു. ഇന്നലെ രാത്രി പിന്നെയും വന്നു. അപ്പോൾ ഇന്നലെ രാത്രി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിങ്ങാന്ന് സാറുമാർ ഇവിടെ ഉണ്ടായിരുന്നു, ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇല്ലാത്തതെന്ന് പറഞ്ഞ് ഇന്നലെ രാവിലെ അത് അഴിച്ചു. പക്ഷേ ഇന്നലെ വൈകുന്നേരം ആരും വന്നില്ല, ഉദ്യോഗസ്ഥന്മാരാരും വന്നില്ല, സാറുമാരാരും വന്നില്ല, ക്യാമറയൊന്നും വെച്ചുമില്ല. ഇത് ഇവിടുന്ന് വന്നു എങ്ങനെ വന്നു എന്ന് ആർക്കും അറിയത്തില്ല. എന്തായാലും എൻ്റെ 5 വയസ്സുള്ള ഒരാൾ, അതിന് 3 മാസം ഗർഭിണിയായ ആടാണ് ഇപ്പം ഇതിന് ഇരയായി കിടക്കുന്നത്, ചത്ത് കിടക്കുന്നത്. മൊത്തം 3 ആട് പോയി. 3 ആട്. ഇനി ആടില്ലല്ലോ? ഇനി ആടുമില്ല. ഇനി 2 പശുക്കളുണ്ട്, 2 പശുക്കളുണ്ട്. അതിൻ്റെ അവസ്ഥയിൽ എനിക്ക് പേടിയാണ്. ഇപ്പം രാത്രിയിൽ എന്താവും എനിക്ക് പേടിയാണ്, വല്ലാതെ പേടിയാണ്. കിടന്നുറങ്ങാൻ പോലും പേടിയാവുക. ആ ഒരു അവസ്ഥയിലേക്കാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൂട് എന്നാ വെച്ചേ? കൂട് അവർ വെച്ച അന്ന് തന്നെ വെച്ചിരുന്നു. പക്ഷെ കൂട് ഇവിടെയാണ് വെച്ചത്, ആടിനെ ഇവിടെയാണ് ഇട്ടത്. പക്ഷെ എങ്ങനെയായാലും കൂട്ടി കയറിയില്ല, ആട്ടിൻകൂട്ടിലാണ്. ആടിനെ ഇട്ടിരുന്നോ? ആടിനെ വെച്ചിട്ടായിരുന്നു, ചത്തേനാണ് വെച്ചത്. അപ്പോൾ ജനമെല്ലാം വന്ന് പറഞ്ഞത് അത് ശരിയായില്ല, ജീവനുള്ള ആടിനെ വെച്ചിരുന്നെങ്കിൽ കൂട്ടിൽ വീണേനെ. ഇത് കിടന്ന് കാറുമായിരുന്നല്ലോ, എങ്കിലും അത് മിണ്ടാതെ ഇരുന്നതുകൊണ്ടാണ് ആട് വരാത്തെന്നാണ്, അല്ല കൂട്ടിലേക്ക് വരാത്തെന്നാണ് എല്ലാവരും പറയണത്. അപ്പോൾ ഇന്നിപ്പോൾ അവർ കൂടെ അവിടേക്ക് മാറ്റി ഇന്ന് ജീവനുള്ള ഒരാടിനെ കൊണ്ട് കൂട്ടിൽ കെട്ടാമെന്ന് സാർമാർ പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരത്തേക്ക് കൊണ്ടുവരുമെന്നാണ് സാർമാർ പറയുന്നത്. ഇവിടെ ഈ അടുത്ത് എവിടെ ഫോറസ്റ്റ് ഉണ്ടോ? ഈ അടുത്ത പ്രദേശത്ത് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒക്കെ കാടാണ്, ഇതിൻ്റെ തൊട്ടടുത്തൊക്കെ കാടാണ്. പിന്നെ മൈസൂറാണ് വലിയ ഫോറസ്റ്റ് ഉള്ളത്. കാടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കണം, കാട് പിടിച്ച് ഇങ്ങനെ മറ്റേ കൊന്നയും ഒക്കെ ആയിട്ട് ഇങ്ങനെ വളർന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതൊന്നും വെട്ടിയിട്ടില്ല. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ചെറിയ കാട് മതി എന്നാണ് എല്ലാവരും പറയണത്. എന്തായാലും നമ്മുടെ മുതൽ നഷ്ടപ്പെട്ടു എന്നുള്ളതല്ലാതെ. ഇതിന് മുന്നേ ഇങ്ങനെ ഇവിടെ പുലിയുടെ ശല്യം ഉണ്ടായിരുന്നു? ഇവിടെ ഇപ്പോൾ 4 ദിവസമായിട്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ അതിന് മുന്നേ ഇല്ല, 4 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. പലരുടെയും പശുവിനെയും പട്ടീനെയും ഒക്കെ, പശുവിനെ ആക്രമിക്കാൻ ചെന്നത് അവർ ഒച്ചയുണ്ടാക്കിക്കൊണ്ട് പോയ വഴിക്ക് പട്ടീനെ പിടിച്ചിട്ട് പോയി, 2 പട്ടീനെ പിടിച്ചിട്ട് പോയി. അതുകൂടാതെയാണ് ഇപ്പോൾ എൻ്റെ കുട്ടിയിൽ വന്ന് എൻ്റെ ആടിനെ പിടിച്ച് ഇങ്ങനെ ആയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ ഇത് 2ാമത്തെ വട്ടമാണ് വരുന്നത്, 2ാമത്തെ പ്രാവശ്യം വരുന്നത് ഈ കൂട്ടിൽ തന്നെ. ഇപ്പോൾ അടുത്ത വീട്ടിലും ചെന്നിരുന്നു എന്ന് പറഞ്ഞു ഇന്നലെ. അവരുടെ വീട്ടിൽ കാൽപ്പാടൊക്കെ ഉണ്ട്, അടുത്ത വീട്ടിൽ അവിടെ പശു ഫാമാണ്, അവിടെ ചെന്നിരുന്നു. അപ്പോൾ സാർമാർ പോയി അത് സ്ഥിരീകരിച്ചു, കടിപ്പടയാണെന്നുള്ള സ്ഥിരീകരിച്ചു, പുലിയുടെയാണെന്നും പറഞ്ഞുള്ള സ്ഥിരീകരിച്ചു. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇപ്പം നമ്മൾ എങ്ങനെയാണ്, ഒന്നാമതായി ക്ഷീര കർഷകരുടെ മേഖലയാണ്, 3 മണിക്കും ഒക്കെ ഏറ്റ് കറക്കുന്ന ആളുകളാണ്. എങ്ങനെ ഇപ്പോൾ പേടിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ മേലാത്തൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ പോകുന്നത്. നഷ്ടപരിഹാരത്തിൻ്റെ കാര്യം എല്ലാം സംസാരിച്ചു. നഷ്ടപരിഹാരത്തിന് ഇപ്പോൾ അവർ വന്ന് എഴുതിയിട്ട് 75 രൂപയാണ് അവർ പറഞ്ഞത്, 75,000 രൂപ ആണ് പറഞ്ഞിരിക്കുന്നത് 3 കൂടെയാ. പക്ഷേ അതൊന്നും നമ്മളെ സംബന്ധിച്ച് എന്നാണെന്നറിയാമോ, ഞാൻ ഇതിനൊക്കെ നോക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ പഠിപ്പിക്കാൻ. എൻ്റെ മോള് നേഴ്സിങ്ങിൻ്റെ ഇപ്പോൾ ഈ വർഷം തീരുന്ന, അവൾക്ക് 1.25 ലക്ഷം രൂപയോളം ഈ വർഷം കൊടുക്കണം. അപ്പോൾ അടുത്ത മാസം ഞാൻ 40,000 രൂപ കൊടുക്കേണ്ട ഞാനാണ്. അപ്പോൾ ഇതിനെ എങ്ങനെയെങ്കിലും പോയിട്ട് ഇത് കൊടുത്തിട്ട് വേണം ഇത് കൊടുക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കുന്നത്. അതും നഷ്ടമായി. ഇനിയിപ്പോൾ ആ കൊച്ചിന് ഇനി എങ്ങനെ പൈസ കൊടുക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ ആകുലതപ്പെട്ട് അവശനായിട്ടിരിക്കുകയാണ്. എനിക്ക് ഒന്നും പറ്റത്തില്ല. എന്നാൽ തന്നെ ഷുഗർ ബാധിച്ച് എൻ്റെ കാലിൻ്റെ വിരലുകൾ ഇതിൻ്റെ കീറി നഖം എല്ലാം എടുത്ത് കളഞ്ഞ് ഞാൻ ഹോസ്പിറ്റലായിരുന്നു. അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നതേ ഉള്ളൂ. അപ്പോഴാണിത് എനിക്കിപ്പം തീരെ വയ്യാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ഇവിടെ ക്യാമറ ട്രാപ്പും അതുപോലെ തന്നെ കൂടൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു കാട്ടൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫോണിൽ പൈസ ഇല്ല, എൻ്റെ കയ്യിലായിപ്പോൾ പൈസ. ഞാൻ ഇവിടെ ഒരു കടുവ ഇറങ്ങി മഴ അറിയില്ലോ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ജോസ് നെല്ലേടം.
ഇവിടുത്തെ മുള്ളംകൊല്ലി ഗ്രാമപഞ്ചായത്ത് മെമ്പർ. ഓക്കെ. വനം വകുപ്പ് ഇപ്പോൾ ഇതിനെ കൂട് വെച്ച് പിടിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ലൈവായിട്ടുള്ള ആടിനെ ഇന്ന് കൂട്ടിൽ സ്ഥാപിക്കും. അവരതിനെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അതുപോലെ കോമ്പൻസേഷൻ സർക്കാരിൻ്റെ ഒരു ഗൈഡ് ലൈൻ അനുസരിച്ച് മാക്സിമം വാലുവേഷൻ ഡോക്ടർ എഴുതിയാണ് 75,000 രൂപ ഈ 2 ആടുകൾക്കും അതുപോലെ തന്നെ ഈ ഗർഭിണിയായ ആടിനും വേണ്ടി എഴുതിയിട്ടുള്ളത്. അത് തിങ്കളാഴ്ച കൊടുക്കുമെന്നുള്ള ഉറപ്പാണ് ഇന്ന് രാവിലെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനെക്കാട്ടുള്ള ഈ മനുഷ്യൻ്റെ ദയനീയാവസ്ഥ എന്ന് പറയുന്നത് ഇവരുടെ ഈ ഉപജീവന മാർഗം പുനഃസ്ഥാപിക്കുന്നതിന് വരെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ അവർക്കില്ല. അതുപോലെ തന്നെ വനം വകുപ്പിൻ്റെ നിയമങ്ങളിലും ഒരുപാട് കിരാതമായ കാര്യങ്ങളുണ്ട്. ഒരു മാനിന് കഴിഞ്ഞ ദിവസം ഒരു സ്കാനിയ ബസ്സിനിടിച്ചിട്ട് ആ ബസ് 23 ദിവസം പിടിച്ചിട്ടു. അത് ഗവൺമെൻറ് ഉടമസ്ഥയിലുള്ള സംഭവം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഞാൻ അന്നേരം ബത്തേരിയിൽ പോയി വരുമ്പോൾ ആ സ്കാനിയയുടെ തൊട്ട് അടുത്ത് തന്നെ പിടിച്ചിട്ടിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സ്കൂട്ടറുണ്ട്. ഒരു മാൻ ചാടി 1-ാം മൈലിൽ അയാളെ കാല് വട്ടമടിഞ്ഞ് ആളെ ഹോസ്പിറ്റലൈസ് ചെയ്തു, കോഴിക്കോട് കൊണ്ടുപോയി. അപ്പം ആ കാര്യങ്ങളൊക്കെ വനം വകുപ്പ് എടുക്കുന്ന ഈ രീതി വെച്ച് നോക്കുമ്പോൾ അശാസ്ത്രീയമായ വനപരിപാലന ഉത്തരവുണ്ട്. ഈ മൃഗങ്ങൾക്ക് കാട്ടിൽ വളരാനുള്ള സാഹചര്യങ്ങളെക്കാട്ടും കൂടുതൽ ആവാസ വ്യവസ്ഥയിൽ ഇവർ പെറ്റി പെരുകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത് കണക്കാക്കാനോ മതിയായ സാഹചര്യങ്ങൾ വനത്തിൽ ഒരുക്കാതെ ഈ കടുവയൊക്കെ എൻ്റെ ഒരു ടെറിട്ടറിയിൽ വേറെ കടുവ നിർത്താതെ പുറത്തേക്ക് തള്ളിവിടുന്നവർ ഫൈറ്റ് ചെയ്യുന്നൊക്കെയാണ് വനം വകുപ്പ് പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും ഈ വനപരിപാലനം വളരെ ശാസ്ത്രീയമായിട്ട് നടപ്പാക്കേണ്ടതുണ്ട്. അതുങ്ങളുടെ സ്ട്രെങ്ത് കണക്കാക്കേണ്ടതുണ്ട്, കൂടുതലുണ്ടെങ്കിൽ നിയന്ത്രിക്കേണ്ടതുണ്ട്. ഒപ്പം ജനവാസ മേഖലയിൽ വന്ന് ആളുകളുടെ ഇതുപോലെ കഷ്ടങ്ങൾ ഉണ്ടാക്കുമ്പം അവർക്ക് മതിയായ കോമ്പൻസേഷൻ ചെറിയ വാലുവേഷന് പേരിൽ കുറച്ച് കൊടുത്തതുകൊണ്ട് കാര്യമില്ല. സ്വൈര്യ ജീവിതവും അവരെ ഭീതിപ്പെടുത്തുന്ന ഈ സാഹചര്യങ്ങളും മാറ്റുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല. വനം വകുപ്പ് മന്ത്രി 100% ഒരു നിഷ്ക്രിയമായ രീതിയാണ് കാണിക്കുന്നത്. കാരണം കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് ആനയും മറ്റു വന്യമൃഗങ്ങളും നശിപ്പിക്കുന്ന കൃഷികളുടെ കോമ്പൻസേഷൻ കൊടുക്കാതെ അപേക്ഷകൾ വനം വകുപ്പിൽ കെട്ടിക്കിടക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് മതിയായ ഫണ്ട് വെക്കുന്നില്ല. അപ്പോൾ വളരെ അശാസ്ത്രീയമായ വനപരിപാലനം ഇതിൻ്റെ പുറകിലുള്ളൊരു കാര്യം തന്നെയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആദ്യം കൂട്ടിൽ ഒരു ആട് കിടക്കുന്നുണ്ട്. ആ ആടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ രാത്രി, അതായത് ഇന്നലെ രാത്രി വെള്ളിയാഴ്ച രാത്രി ശനിയാഴ്ച വെളുപ്പിനൊക്കെ ആയിട്ട്, ഇന്ന് ശനിയാഴ്ചയാണ്, അപ്പോൾ ശനിയാഴ്ച വെളുപ്പിനൊക്കെ ആയിട്ട് കൊന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഇവിടെ തന്നെ കഴിഞ്ഞ ദിവസം, അതിന് 2 ദിവസം മുന്നേ ചത്ത ഒരാളാണിത്. അപ്പോൾ അത് ഏറ്റവും ആദ്യം പുലി വന്നു കഴിഞ്ഞപ്പോൾ പരിക്ക് പറ്റിയിരുന്ന ആടാണത്. ഇന്നലെ ചത്തുപോയി. അതിന് മുന്നേ ചത്ത ആടിനെ പരിക്ക് കുഴിച്ചിട്ടു കേട്ടോ. അങ്ങനെ മൊത്തം 3 ആടുകളാണ് ഈ ഒരു വീട്ടിൽ തന്നെ ഇപ്പോൾ ചത്തിരിക്കുന്നത് കേട്ടോ. നമുക്കിവിടെ ദൃശ്യങ്ങൾ കാണാം. ഇവിടെ കൂട് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. കൂടിൻ്റെ അകത്ത് കെട്ടാനുള്ള ആടിനെ കൊണ്ടുവരുന്നതേ ഉള്ളൂ. അധികം താമസിക്കാതെ ആടിനെ കൊണ്ടുവന്ന് കെട്ടുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ആട്ടിൻകൂട്ടിൽ നിന്നാണ് ആടിനെ പുലി പിടിച്ചത്. അതുപോലെ തന്നെ വീടിന് ചുറ്റുപാട് ഒരു ക്യാമറ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ക്യാമറ സെറ്റ് ചെയ്യുന്ന രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു നിമിഷം ഈ കൂട്ടിൽ കെട്ടാനുള്ള ആട് തന്നെ കേട്ടോ. ഈ പുലിനെ പിടിക്കാനുള്ള കൂടിൽ നിർത്താനുള്ള ആടിനെയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ആ ഒരു വീടിനോട് തൊട്ട് ചേർന്ന് തന്നെ മറ്റ് പ്രദേശത്ത്, അതായത് അവിടെ നിന്ന് ഒരു 300 മീറ്റർ മാത്രം മാറിയിട്ടുള്ള പ്രദേശത്ത് പട്ടിയെയും അതുപോലെ തന്നെ പശുവിനെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് നമ്മൾ നേരത്തെ കേട്ടല്ലോ. ആ ഒരു പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് അവിടെയാണ് ആദ്യം ഇത് തുടങ്ങിയത്. അതുപോലെ തന്നെ CCTV വിഷ്വൽസൊക്കെ ഈ ഒരു പ്രദേശത്തു നിന്നാണ് കിട്ടിയത്. നമുക്ക് ഏതായാലും ഈ ഒരു വീട്ടുകാരോട് തന്നെ ചോദിക്കാം എന്താണ് സംഭവിച്ചതെന്നുള്ളത് കേട്ടോ. ഈ ഒരു വീട്ടിലെ പട്ടിയെയാണ് പുലി കൊണ്ടുപോയി എന്ന് പറയുന്നത്. നമുക്ക് ഏതായാലും ഈ ഒരു വീട്ടുടമസ്ഥനോട് തന്നെ ചോദിക്കാം കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? സ്റ്റീഫൻ. ഈ ഒരു പ്രദേശത്താണല്ലേ ആദ്യം പുലി? ഇവിടെ ആദ്യമായിട്ട് വന്നു. അല്ലേ? അല്ല, എന്നായിരുന്നു ഈ സംഭവം നടന്നേ? വ്യാഴാഴ്ച രാത്രി. വ്യാഴാഴ്ച, അതായത് മിനിയാന്ന്? ഒരു 12:30 മണി സമയമായി. അല്ലേ? അപ്പോൾ ഇവിടുത്തെ എന്താ ഇവിടെ ഏതെങ്കിലും വളർത്തുമൃഗങ്ങളെ? പട്ടി കരയെന്ന് വെച്ചാണ് കേട്ടത്. ഇത് കേട്ടോണ്ടാണ് വീട്ടുകാർ ഏറ്റത്. അതിൽ ഏറ്റവും ലൈറ്റിട്ട് ജല്ലിക്കട നോക്കിയപ്പോഴത്തേക്കും പട്ടിയെ വിട്ടിട്ട് അങ്ങോട്ട് ഓടുമായത്.
പട്ടിയെ ഇട്ടിട്ട് പോയി. ആ പട്ടി ചത്തു പോയി. പട്ടിയെ പിന്നെ തൊടലെ കെട്ടിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ പട്ടിയെ കൊണ്ടാതിരുന്നു. കൊണ്ടാൻ പറ്റിയില്ല. കഴുത്തിന് ചെവിയോട് കൂടിയാണ് പിടിച്ചത്. ചെവിയെല്ലാം മുറിഞ്ഞ് ഒരുപാട് ബ്ലഡെല്ലാം അതിൽ ഉണ്ടായിരുന്നു. പിന്നെ ഓടി അപ്പുറത്തേക്കാണ് ഓടിയത്. അപ്പുറത്തോട്ട് പോയി. പട്ടിയുടെ അവസ്ഥ എന്താ? പട്ടിക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇല്ലല്ലേ? ശരി. നല്ല മുറിവുണ്ടായിരുന്നു. മുറിവിന് പിന്നെ അവർ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് അവർ വന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്ത്, അത് ഫോറസ്റ്റുകാരായിരുന്നു അവരെ കുട്ടികൾ വന്നത്. അല്ലേ? അതിനുശേഷം പിന്നെ ഒരു വീടിൻ്റെ മതിലിൻ്റെ പൊക്കത്തിരിക്കുന്ന അത് പിന്നെ അത് ഇതിൻ്റെ അപ്പുറത്ത് കിടന്നിട്ട് തറവാടാത്. ഇവിടുന്ന് ഓടിയിട്ട് ഇവിടുന്ന് ഓടി അങ്ങ് പോയതാണോ അത് അതിന് മുമ്പ് ഇരുന്നാണോ എന്നറിയത്തില്ല. അവിടെ CCTV ഉണ്ടായിരുന്നു. അതിൽ നോക്കിയപ്പോഴാണ് സംഭവം കിട്ടിയത്. പിന്നെ ആ മതിലെ കയറി ഇരിക്കുന്നത് കണ്ടതില്ല. അപ്പോൾ ഏതായാലും ആ ചേട്ടൻ പറഞ്ഞ കാര്യം നമ്മൾ കേട്ടു. നമുക്ക് ഏതായാലും ഒരു പട്ടി പുറവസ്തുണ്ട്. പട്ടി ചത്തു പോയിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യം അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ പട്ടി പരിക്കുകളോടെ പട്ടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് മരുന്നൊക്കെ കെട്ടിവെച്ച് ഇതുണ്ട് കേട്ടോ. എവിടെയാണ് പരിക്ക് പറ്റിയേ? പുറത്തല്ലേ? ഓഹോ, അത് മരുന്ന് വെച്ചേക്കുന്നതായിരിക്കും അല്ലേ? പേടിക്കണ്ടേ? പട്ടിക്ക് പേടിയായി പോയിക്കണല്ലേ? ആരെ കെട്ടിയല്ലേ? പരിക്ക് വലിയ പരിക്കില്ലല്ലേ? ചെവിയിലുണ്ടല്ലേ? എൻ്റെ പേരെന്നെ ഡോട്ടോ. അതുപോലെ ഞാൻ ഇനി മറ്റൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു വിഷ്വലിന് ആസ്പദമായിട്ടുള്ള പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് ഡയറക്റ്റ് ഇങ്ങനെ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ അങ്ങേ സൈഡിലുള്ള ഒരു പ്രദേശത്താണ് ആദ്യം നമ്മൾ പോയ ആടിനെ പിടിച്ച ഒരു പ്രദേശം. അവിടുന്ന് റോഡ് മാർഗം കുറച്ച് ചുറ്റി വേണം ഇങ്ങോട്ട് വരാൻ കേട്ടോ. ഈ ഒരു മതിലേലാണ് ഈ ഒരു പുലി വന്നിരിക്കുന്ന ഒരു ദൃശ്യം നമുക്ക് കിട്ടിയത്. ഈ ഒരു ഗേറ്റിൻ്റെ പുറത്ത് ഈ ഒരു മതിലേൽ. അപ്പോൾ പുലി ആ രാത്രി ഈ ഒരു പ്രദേശത്തോടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അന്ന് തന്നെ ഈ പുലിയുടെ കാൽപ്പാടുകളൊക്കെ ഈ ഒരു പ്രദേശത്തും ഉണ്ടായിരുന്നു കേട്ടോ. ഇതുണ്ടോ? ഇതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഏരിയ ഇങ്ങനെയാണ് കിടക്കുന്നത്. മൊത്തം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത്. ഏതായാലും ഈ ഒരു വീട്ടിലെ എന്താ പറയുക, പട്ടിയെ പിടിച്ചതിന് ശേഷം പുലി അവിടെ നേരെ ഇങ്ങോട്ട് വന്ന് ഈ ഒരു മതിലിൻ്റെ പുറത്ത് കയറുമായിരുന്നു. പക്ഷേ എന്നിട്ട് പിന്നെ എങ്ങോട്ടാണ് പോയെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചോന്നൊക്കെ നമുക്ക് ഈ വീട്ടുകാരോട് തന്നെ ചോദിക്കാം. ഇവിടെ തന്നെ നമുക്കൊരു CCTV
പുറത്താണ്. ഈ ഒരു ക്യാമറയിലാണ് ഈ ഒരു വിഷ്വൽ കിട്ടിയത് കേട്ടോ. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ ഒരു മതിലിൻ്റെ പുറത്താട്ടോ ആ പുലി ചാടി കയറിയത്. അപ്പോൾ ഈ ഒരു CCTV ക്യാമറയിൽ നിന്നാകണം ആ ഒരു വിഷ്വൽ കിട്ടിയത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ചുറ്റും ക്യാമറ ഉണ്ട്, അതുകൊണ്ട് ആണ് അങ്ങനെ ഒരു വിഷ്വൽ നമുക്ക് കിട്ടിയതും അല്ലെങ്കിൽ അത് മനസ്സിലായതും. പക്ഷേ കണ്ടോ, ഈ ഒരു മതിലിൻ്റെ പുറത്താണ് പുലി കയറിയിരുന്നത്. ഇവിടെ പക്ഷേ പാടുകളൊന്നും നമുക്ക് കാണാനൊന്നുമില്ല. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? ജോയി, പള്ളിപ്പുറത്ത്. ഈ ഒരു മതിലിൻ്റെ പുറത്തല്ലേ ആ ഒരു വീഡിയോ കിട്ടിയതല്ലേ? ഇതിൻ്റെ പുറത്ത്. ഇത് എന്നാ സംഭവം നടന്നെന്നാ? ഇത് 20 രാത്രിയാണ്. 20 രാത്രി. ഒരു രാത്രി ഒരു 12 ആ സമയത്താണ്. അപ്പോൾ അതിന് മുമ്പ് അന്ന് വൈകുന്നേരം മുതലേ ഇവിടെ ഉണ്ടായിരുന്നത് ഈ അക്കരെ കുന്തനുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതെങ്ങനെ അറിഞ്ഞാൽ നിങ്ങൾ? അവിടെ എനിക്ക് വന്ന ഒരു 6-7 മണി മുതലേ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ഇവിടുന്ന് ഞങ്ങളുടെ പട്ടി ഇവിടുന്ന് കുരച്ചു. ഈ 2 പട്ടിയുണ്ടല്ലോ, പട്ടി കുറച്ച് ഒരു 8 ആയപ്പോൾ അവിടുത്തെ പുള്ളി എനിക്ക് വിളിച്ച് ചോദിച്ചോട്ടെ, ഇങ്ങനെ ഇവിടെ പുലി ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങളുടെ പട്ടിയെ കുറയ്ക്കുന്നുണ്ടെന്ന് പറയും. ബാക്കി പട്ടികളൊന്നും അനങ്ങുന്നില്ല. അപ്പോൾ പിന്നെ അവർ ഇവരെ ഇൻഫോം ചെയ്തെന്ന് പറഞ്ഞു, ഫോറസ്റ്റുകാരെ. എന്നുവെച്ചാൽ എനിക്ക് വന്ന് ഏതാണ്ട് ഒരു 8:30 കഴിഞ്ഞപ്പോൾ അവർ അവിടെ നിന്ന് മുന്നേരം പടക്കം പൊട്ടിച്ചു, വലിയ സൗണ്ടിൽ. അപ്പോൾ പടക്കം പൊട്ടിച്ചപ്പോൾ എനിക്ക് അന്നേരം അവൻ അവിടുന്ന് പതുക്കെ അവിടുന്ന് വിട്ട് കാണും. പക്ഷേ ആ സമയത്തല്ല, ഇവിടുത്തെ പട്ടികൾ ഭയങ്കര കുറയായിരുന്നു കിടന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കടന്നു കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഒരു 10 വരെ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കുര നിർത്തി. പിന്നെ ഒരു രാത്രി പിന്നെ ഒരു 12 മണിയാകുമ്പോൾ വീണ്ടും തുടങ്ങി. 2 പട്ടികൾ ഭയങ്കര കുര. അപ്പോൾ ഞങ്ങൾ ലൈറ്റൊക്കെ ഇട്ട് മോളിൽ നിന്ന് ടോർച്ച് അടിച്ചൊക്കെ നോക്കി. നമ്മൾ ഇവിടെ ഒന്നും കാണുന്നൊന്നുമില്ല. പക്ഷേ ഈ ഒരു പട്ടിയുടെ കുര കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇതിൻ്റെ അടുത്തൂടെ ഉണ്ടെന്നുള്ളത്. പക്ഷെ നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല. പട്ടി രണ്ടും ഭയങ്കര ശബരിയായിരുന്നു. അതങ്ങ് ഇറക്കി കൂട് തുറന്ന് വിട്ട് കഴിഞ്ഞാൽ പോയി പിടിക്കാൻ തയ്യാറായി നിൽക്കുന്ന പോലെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറേ കഴിഞ്ഞ് നിന്നു. പിന്നെ ഞങ്ങൾ പിന്നെ കിടക്കുകയും ചെയ്തു. അത് പിന്നെ നേരം വെളുത്ത് ഏറ്റപ്പോഴാണ് അറിയുന്നത് ഇവിടുന്ന് ചേട്ടൻ്റെ പട്ടീനെ കടിച്ചെന്ന് ഇവർ പറയുന്നത്. ഈ വീട്ടിലെ പട്ടീനെ കടിച്ചു. അവിടെ അത് ആ തിണ്ണ അവിടെ കിടക്കുമായിരുന്നു ഇതിനകത്തെ. ഇത് ചാടി അതിനെ പിടിച്ചു കഴിഞ്ഞിട്ട് അവിടെ ഡെസ്ക് എല്ലാം കയറി ഇത് ചെയ്ത് പട്ടി ഇതുണ്ടായിരിക്കും. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സൈഡ് കട്ടിച്ച് അതിൻ്റെ പുറത്തെല്ലാം ഇതുണ്ട്, ഈ മാന്തിയ പാടും ഇതെല്ലാം ഉണ്ട് അതിന്. അത് കഴിഞ്ഞ് പിന്നെ ആൾക്കാർ ഇങ്ങനെ ഓരോരുത്തർ വന്നു. പിന്നെ ഇങ്ങനെ ഇവിടെ 8-10 പേര് വന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കി വന്നപ്പോൾ ഇവിടെ അടുത്ത് വന്നപ്പോൾ ഇതിൻ്റെ കാൽപ്പാടുണ്ട്. ഈ വീടിന് അടുത്ത് ഇതുണ്ട്, കാൽപ്പാടുണ്ട്. അങ്ങനെ CCTV നോക്കിയത്. പിന്നെ അപ്പം നോക്കിയപ്പോഴാണ് ഏറെക്കുറെ ഒരു 12 കൂടിയാണ് ഇങ്ങനെ വന്നു. രാത്രിയല്ല, കണ്ണല്ല കാണുന്നുള്ളൂ, ഇങ്ങനെ ഇതിലെ അതേ നമുക്ക് കാണുന്നുള്ളൂ. വന്ന് ഈ മതിലായിട്ട് പയ്യെ ചാടി കയറി ഇവിടെ ചാടി കയറി ഈ മതിലിൻ്റെ പുറത്തിരുന്നു. ഇപ്പം നോക്കുമ്പോൾ ഈ പട്ടി രണ്ടും ഭയങ്കര വയലന്റ്. ഒന്നിവിടെയുണ്ട്, ഒന്ന് അവിടെയുണ്ട്, ഫ്രണ്ടിലും ഉണ്ട്. അതായിരുന്നു ടാർഗറ്റ്. അപ്പോൾ ഇത് ഭയങ്കര കുറേ അത് ഇവർ തോന്നിക്കാണ് ഇത് അത്ര പന്തിയല്ല. അത് കഴിഞ്ഞ് ഇച്ചിരി എനിക്കൊന്ന് ഒരു 1.5 മിനിറ്റ് ഉണ്ട്. താഴേക്ക് ഇറങ്ങിയിട്ട് പിന്നെ പതുക്കെ അങ്ങ് മാറുന്നു കാണാം. അപ്പോൾ എനിക്കൊന്ന് മാറി അങ്ങോട്ട് പോയി കാണും. അങ്ങനെ അത് മനസ്സിലായത്. പിന്നെ അവർ ഫോറസ്റ്റുകാരൊക്കെ അന്ന് മുതൽ അവിടെ പിന്നെ അവർ വന്ന് ക്യാമറയൊക്കെ വെച്ച്. ഇവിടെ ക്യാമറ ഒന്നും വെച്ചില്ല. ഇവിടെ ക്യാമറ അവിടെ വെച്ചവർ അവിടെ സംഭവം കിട്ടിയായിരുന്നു. അതിനകത്ത് ഈ ക്യാമറ വെച്ച് കഴിഞ്ഞ് പിന്നെ ഒന്നും വന്നില്ല. കാരണം പിന്നെ എല്ലാം മൊത്തം ആടിനെ പിടിച്ചു. പിന്നെ പിറ്റേ ദിവസം പിന്നെ ഇതിന് ഒരു വിവരവും ഇല്ല. അല്ല, ആടിനെ പിടിച്ചതിൻ്റെ അതിന് പിറ്റേ ദിവസമല്ലേ ഈ ആടിനെ പിടിച്ചത്? അതിൻ്റെ പിറ്റേ ദിവസം ആടിനെ പിടിച്ചു അവിടുന്ന്. അത് കഴിഞ്ഞ് ഒരാടിനെ പിടിച്ചു കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം ഒരു വിവരവും ഇല്ല. പിന്നെ ഇന്നലെ വീണ്ടും പിടിച്ചിരിക്കുന്നു. അതായത് 22-ാം തീയതി അവിടെ കയറി. ഇപ്പൊ ഇന്ന് 20. അതായത് ബുധനാഴ്ച മുതൽ ഈ 1/2 കിലോമീറ്റർ ഉള്ളിൽ ഇതുണ്ട്. ഈ സാധനം ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഇനിയിപ്പോൾ ഇന്നലെ കുറച്ച് ഇന്നലെ പട്ടി കുറച്ചില്ല. ഇന്നലെ പക്ഷേ ആടിനെ പിടിച്ചിട്ടുണ്ടോ? അവിടെയാണ് പിടിച്ചത്. അവിടെയായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതുങ്ങൾക്ക് ഒരു 1/2 കിലോമീറ്റർ ഉള്ളിൽ ഇത് വന്നാൽ ഇതുങ്ങൾക്ക് ഒരു സ്മെല്ല് കിട്ടുമായിരിക്കും. അന്നേരം കുറയ്ക്കാൻ തുടങ്ങും. ആടിനെ പിടിച്ചെന്ന് മാത്രമേ അത് കഴിച്ചിട്ടുണ്ട്, തിന്നിട്ടുണ്ട്. ആടിനെ കുറച്ച് തിന്നിട്ടുണ്ട്. അന്നത്തെ ദിവസം ആദ്യം പിടിച്ചതെന്ന് ആടിനെ ഒന്നിനെ കടിച്ച് ഒന്നിനെ പിടിച്ചിട്ട് വിട്ടിട്ട് പോയത്. അത് ചത്തുപോയി. ഇന്നലെ രണ്ടാമത്തെ ഇവർ കൂട് വെച്ചെന്ന് പറഞ്ഞാൽ മിനിയാന്തരം വന്നായിരുന്നു ഇവിടെ ഫോറസ്റ്റുകാർ. ഇവിടെ വന്നായിരുന്നു. ഇവിടെ വെച്ച ക്യാമറ വെച്ചോണ്ട് പോയി അവർ. അപ്പോൾ അവിടെ കൊണ്ട് വെച്ച് കാണും. ഒരു ചത്ത ആടിനെ വെച്ച അതായിരിക്കും. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ കയറിപ്പോയാനെ. എന്നാണെങ്കിലും ഇപ്പോൾ ഇതിപ്പം ഒരു 1/2 കിലോമീറ്റർ ചുറ്റളവിൽ ഇവനുണ്ട്. ബുധനാഴ്ച മുതൽ ഇവിടെ ഉണ്ട്. ഈ പുലി ഇങ്ങനെ ഇതിന് മുന്നേ ഈ പ്രദേശത്തൊക്കെ ഇങ്ങനത്തെ പ്രശ്നം ആദ്യമായിട്ടല്ലേ? അങ്ങനെ ഫോറസ്റ്റ് ഒന്നും ഉള്ള സ്ഥലമൊന്നും ഫോറസ്റ്റിൽ തന്നെ പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഈ കവനഗിരി ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ഒരു 10-70 കൊല്ലത്തിനിടയ്ക്ക് ഇവിടെ വന്നിട്ടില്ല. ഇവിടെ ഒരു ശല്യം. ഇത് ആദ്യമായിട്ട് വരുന്ന സംഭവമാണ്.
പിന്നെയുള്ളതൊക്കെ അങ്ങ് കബനി പുഴയുടെ ആ ഒരു സൈഡിലേക്ക് അല്ലേ? അങ്ങോട്ടൊക്കെയാണ്. ഇതിപ്പോൾ ആദ്യമായിട്ട് വരുന്നത്. ഇത്ര എനിക്ക് വന്ന് 10-70 കൊല്ലം കൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വരുന്ന മുമ്പ് ഇങ്ങനെ ഒന്നും വന്നോട്ട് കേട്ടിട്ടില്ല അല്ലേ. ഇത് ആദ്യമായിട്ട് വരുന്നതാണ് എനിക്ക് തോന്നി. പിന്നെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ രാത്രിയിലെ, അപ്പോൾ എനിക്ക് സംശയം തോന്നി മിക്കാൻ കടുവയാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈൻ കാണിക്കുമല്ലോ. അപ്പോൾ പുലിയാന്ന് ഞാൻ ഫോറസ്റ്റുകാർ നോക്കി അവർ പറഞ്ഞു പുലി തന്നെയാണെന്ന് പറഞ്ഞു, കടുവയല്ലെന്ന് പറഞ്ഞു. ആദ്യം മുഴുപ്പൊന്നല്ല, ഒരു ഇടത്തരം പ്രായമാണ്. അതെ അതെ, അധികം പ്രായമില്ല കണ്ടിട്ട്. ഇപ്പം നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട പോലെ ഈ ഒരു മതിലിൻ്റെ പുറത്താണ് ഇവിടെ കയറിയിരുന്നത്, പുലി ഇരുന്നത് കേട്ടോ. അവിടെ മൊത്തം ഇതുമായിരുന്നു, മണ്ണും ചെളി ജാമിന് കഴുകി കളഞ്ഞതാണ്. മണ്ണ് ചെളി ഉണ്ടായിരുന്നു അവിടെ നിന്ന് കയറുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രദേശം കണ്ടു, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ നേരിട്ട് മനസ്സിലാക്കി. ആടുകൾ മിസ്സായിട്ടുണ്ട്, മിസ്സായല്ല 3 ആടുകളെ കൊന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പശുവിൻ്റെ നേരെ ആക്രമണം നടത്തി, പട്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് കിടന്ന് ചുറ്റി കറങ്ങുകയാണ് പുലി. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് പല സ്ഥലത്തും ഇങ്ങനെ പറമ്പിലൊന്നും കാട് തെളിക്കാതെ ഇട്ട് പുലികൾക്ക് കൃത്യമായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരിടമായി ഈ ഒരു പ്രദേശം മാറിയിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ഇതിനൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഏതായാലും ഇപ്പോൾ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി അല്ലെങ്കിലൊക്കെ വരും ദിവസങ്ങളിൽ പുലി കൂട്ടി കയറും എന്ന് തന്നെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നമ്മോട് പങ്കുവച്ച കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് അല്ലെങ്കിൽ നാളെ ഒരു ശുഭവാർത്ത ഈ ഒരു പ്രദേശവാസികൾക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.